അസ്സലാമു അലൈക്കും. ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈമുൻസ് കിച്ചൺ. കേക്കിലായാലും ബന്നിലായാലും ബട്ടർ ക്രീം ഫ്രോസ്റ്റിങ്ങിന് നമ്മൾ യൂസ് ചെയ്യുന്ന ബട്ടർ ക്രീം ഐസിങ് എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് ഞാനിന്ന് കാണിക്കുന്നത്. മിക്ക കേക്കുകളിലും ബട്ടർ ക്രീം ഫ്രോസ്റ്റിംഗ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ബേക്കറികളിൽ നിന്ന് കിട്ടുന്ന ക്രീം ബന്നിലും ഇതേ ബട്ടർ ക്രീം തന്നെയാണ് ഉള്ളിൽ പുരട്ടുന്നത്. ഞാനിപ്പോൾ ഈ ബ്രെഡ് വീട്ടിലുണ്ടാക്കിയതാണ്. ഇതുപോലെ തന്നെ നമുക്ക് വീട്ടിലുണ്ടാക്കിയ ക്രീം ബന്ന് ചായയുടെ കൂടെ സെർവ് ചെയ്യാം. അപ്പോൾ ഈ ബട്ടർ ക്രീമിൻ്റെ വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം. ഒരു ബൗളിലേക്ക് 1 കപ്പ് ഡാൽഡയും 1/2 കപ്പ് ബട്ടറും കൂടെ ചേർത്തിട്ട് നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. എഗ് ബീറ്റർ കൊണ്ട് ബീറ്റ് ചെയ്തെടുക്കാം. ആദ്യം ഒന്ന് ബീറ്റ് ചെയ്യുമ്പോൾ പെട്ടെന്നൊന്ന് മിക്സായി കിട്ടാത്ത പോലെ തോന്നും. ലോ സ്പീഡിൽ വെച്ചുകൊണ്ട് ബീറ്റ് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ ഈ ബട്ടറും ഡാൽഡയും നന്നായി മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നന്നായി ഒന്നുകൂടെ ബീറ്റ് ചെയ്തിട്ട് ഒരു ക്രീമായി വരണം. അതിനുശേഷം നമുക്ക് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് നന്നായി ക്രീമായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാനിപ്പം 2 കപ്പോളം പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കണക്ക് എന്ന് പറയുമ്പം 1.5 കപ്പ് ഡാൽഡ ബട്ടർ മിക്സിലേക്ക് 2 കപ്പാണ് ഞാൻ പൊടിച്ച പഞ്ചസാര ചേർത്തത്. പഞ്ചസാര പൊടിക്കുമ്പോൾ അതിൽ ഒരു തരികൾ പോലും പാടില്ല. ഒന്ന് അരിച്ചെടുത്താലും മതി. പഞ്ചസാര പൊടിച്ചതിന് ശേഷം ഒന്ന് അരിച്ചെടുത്താലും മതി. നന്നായി പൗഡർ ആയതിനു ശേഷം മാത്രമേ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവൂ. ഇനി എല്ലാം നന്നായി ഒന്ന് മിക്സാക്കി കൊടുക്കാം. മിക്സായിട്ട് ഒരുപാട് ടൈറ്റ് ആകുമ്പോൾ നമുക്കിതിലേക്ക് ഒരു 1/4 ഗ്ലാസ് പാലും കൂടെ ചേർത്ത് കൊടുക്കാം. നല്ലൊരു ക്രീമായി കിട്ടും. പാലും പൊടിച്ച പഞ്ചസാരയും കുറേശ്ശെയായിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. മാക്സിമം ഒരു 10-15 മിനിറ്റോളം ഞാനിതിങ്ങനെ ബീറ്റ് ചെയ്തിട്ടുണ്ടാവും. ഇപ്പോൾ എൻ്റെ ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കേക്കിലോ ബന്നിലോ ഒക്കെ ഫ്രോസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ ഫ്രിഡ്ജിൽ വെക്കുകയാണ്. കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് ഫ്രിഡ്ജിൽ നിന്നെടുത്തിട്ട് ഒന്നുകൂടെ ബീറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പം ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് ഞാൻ വീട്ടിലുണ്ടാക്കിയ ബന്നാണ്. ഈ ബന്നിൽ പുരട്ടിയിട്ട് ചായയുടെ കൂടെ സെർവ് ചെയ്യാമെന്ന് വിചാരിച്ചു. ബന്നിൻ്റെ റെസിപ്പി ഞാൻ ഇതുവരെയും വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടില്ല. ഇൻഷാ അല്ലാഹ് ബന്നുണ്ടാക്കുന്ന സമയത്ത് നെക്സ്റ്റ് ടൈം വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യും കേട്ടോ. ബന്ന് ഇതുപോലെ നെടുകെ കീറി കുറച്ച് ക്രീം പുരട്ടി കൊടുക്കാം. ഇനി ഇത് നമുക്ക് ചായയുടെ കൂടെയൊക്കെ സെർവ് ചെയ്യാം. ഞാനിപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ബാക്കി വന്ന ഈ ബട്ടർ ക്രീം ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ ഇട്ടിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ്. നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ബ്രെഡിലോ അല്ലെങ്കിൽ ഇതുപോലെ കേക്കുകളിലോ ഒക്കെ ഫ്രോസ്റ്റ് ചെയ്ത് കൊടുക്കാം. കുട്ടികൾക്കൊക്കെ സ്കൂളിൽ പോകുന്ന സമയത്ത് ടിഫിൻ വേണ്ടുന്നവർക്ക് ബ്രെഡിൻ്റെ കൂടെ ഇതുപോലെ ജാമിന് പകരം ഈ ഒരു ബട്ടർ ക്രീം ഫ്രോസ്റ്റിംഗ് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഫ്രിഡ്ജിൽ വെക്കുന്നതാണെങ്കിൽ 3-4 ആഴ്ചയോളം ഇതിൽ കേടുകൂടാതിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം പറയാം. വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വെറൈറ്റി ഡിഷസുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്